ഹരേ കൃഷ്ണ. അടുത്ത കഥ മഹാഭാരത കഥ കുഞ്ഞുകുട്ടികൾക്കുള്ളത് പഞ്ചപാണ്ഡവന്മാരെ പറ്റിയിട്ടാണ്. അപ്പം നോക്കാം. കുന്തി വളരെ ചെറുപ്പത്തിൽ തന്നെ ദുർവാസാവ മഹർഷിയിൽ നിന്ന് ഒരു വരം നേടിയിരുന്നു. ഏതു ദേവനിൽ നിന്നും കുഞ്ഞിനെ ലഭിക്കാൻ സഹായിക്കുന്ന ഒരു വരം. കുട്ടിക്കാലത്ത് തന്നെ അതൊന്ന് പരീക്ഷിച്ച് നോക്കി. സൂര്യദേവനിൽ നിന്ന് ഒരു ശിശു ജനിക്കണം എന്ന് അവൾ പ്രാർത്ഥിച്ചു. വരം വെറുതെയാവില്ലല്ലോ. കർണാഭരണങ്ങളും കവചകുണ്ടലങ്ങളുമുള്ള ഒരു കുഞ്ഞ് പിറന്നു. കുന്തി വിഷമത്തിലായി. അവിവാഹിതയായ രാജകുമാരി പ്രസവിച്ച വിവരം പുറത്തറിഞ്ഞാൽ അതുകൊണ്ട് ആ ശിശുവിനെ ഒരു പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കിവിട്ടു. ഒരു സൂതൻ ആ പെട്ടി കണ്ടെടുത്ത് ആ ശിശുവിനെ കർണൻ എന്ന പേര് നൽകി വളർത്തി. ഇപ്പോൾ ആ വരം ഉപയോഗപ്പെടുത്തേണ്ട കാലമായി. കുന്തി യമധർമ്മദേവനെ ധ്യാനിച്ച് ആദ്യ മന്ത്രം ചൊല്ലി. അങ്ങനെ ധർമ്മപുത്രൻ അല്ലെങ്കിൽ യുധിഷ്ഠിരൻ ജനിച്ചു. രണ്ടാമതായി വായുഭഗവാനെ ധ്യാനിച്ചു. ഏറ്റവും ശക്തനായ പുത്രൻ ഭീമൻ പിറന്നു. ഇന്ദ്രദേവനിൽ നിന്ന് അർജുനനും ജനിച്ചു. മാദ്രി ഇതെല്ലാം അറിഞ്ഞ് തനിക്കു കൂടി ആ മന്ത്രം ഉപദേശിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. കുന്തി സന്തോഷത്തോടുകൂടി തന്നെ അങ്ങനെ ചെയ്തു. മാദ്രി അശ്വിനി ദേവകളെ ധ്യാനിച്ച് മന്ത്രം ചൊല്ലി. അങ്ങനെ നകുലൻ, സഹദേവൻ എന്നീ ഇരട്ടകളും പിറന്നു. 5 പുത്രന്മാർ. അവരെ പഞ്ചപാണ്ഡവന്മാർ എന്ന് വിളിച്ചു. അടുത്തത് കൗരവർ. ഗാന്ധാരിക്ക് ശ്രീപരമേശ്വരനിൽ നിന്നും വ്യാസമഹർഷിയിൽ നിന്നും വരം ലഭിച്ചിരുന്നു. 100-ലധികം പുത്രന്മാർ ഉണ്ടാകട്ടെ എന്ന്. പക്ഷേ പ്രസവിച്ചത് ഒരു മാംസപിണ്ഡത്തെയായിരുന്നു. വ്യാസമഹർഷിയുടെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ആ മാംസപിണ്ഡത്തിൽ നിന്ന് 100 പുത്രന്മാരുണ്ടായി. അവരെയെല്ലാം കൗരവർ എന്ന് വിളിച്ചു. കുരു എന്ന രാജവംശത്തിൽ പിറന്നതിനാൽ പാണ്ഡവരും ആ പേരിന് അർഹരായിരുന്നു. എങ്കിലും ഗാന്ധാരി പുത്രന്മാരാണ് ആ പേരിൽ അറിയപ്പെട്ടത്. ധൃതരാഷ്ട്രർക്ക് വീണ്ടും ദുഃഖിക്കാനുള്ള യോഗമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് രാജ്യാവകാശമില്ല. യുധിഷ്ഠിരനാണ് മൂത്തയാൾ. കൗരവരിൽ മുമ്പനായ ദുര്യോധനനും ഭീമനും ഒരു പ്രായക്കാരാണ്. ഹരേ കൃഷ്ണ. അടുത്ത കഥ ഈ വീഡിയോ കഴിഞ്ഞു. അടുത്തത് ദ്രോണാചാര്യരുടെ ആയുധ പരിശീലനം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. നമസ്കാരം.